നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിഷയങ്ങളെല്ലാം വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനും ഉന്നത വിജയം കൈവരിക്കുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതിന്റെ വെളിച്ചത്തിൽ ഏറ്റവും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഉന്നത പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപരിപഠനം ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുകയും സെപ്റ്റംബർ മുതൽ ഉപരിപഠനം എന്ന സങ്കല്പത്തോടുകൂടി തന്നെ പ്രവേശനം ലഭിക്കുവാനും വളരെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഭരണ സംവിധാനവും പുതിയ പ്രചരണ രീതികളും അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ 2026 ആദ്യത്തെ പകുതിയിൽ തന്നെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഈ ഒരു വർഷം തന്നെ തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ തൃപ്തികരമായിട്ടുള്ള സമീപനം അല്ലാത്തതുകൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട ജോലിക്ക് പകരം വികസിത രാഷ്ട്രത്തിൽ മറ്റ് ജോലി ലഭിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. 2024 പകുതി മുതൽ വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ മാറി 2025 മെയ് മാസം മുതൽ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ തന്നെ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി രാജകീയ അംഗീകാരം ലഭിക്കും. അബദ്ധമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്മാറിയതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹമായിരിക്കാം, മാതാപിതാക്കളുടെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളായിരിക്കാം. എന്തായാലും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി വളരെയധികം ഒരുപക്ഷെ ജീവന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് പോലും സാധ്യത കാണുന്നതുമുണ്ട്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും പൂർണ്ണതയും കൈവന്നു ചേരുവാനിടയുണ്ട്. ഇതര ഭാഷാ പഠനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. എല്ലാ കാര്യങ്ങളിലും കഠിന പ്രയത്നം വേണ്ടി വരുന്നത് വഴി പലപ്പോഴും കഠിന പ്രയത്നം എന്ന് മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ പോലും അനുഭവജ്ഞാനമുള്ള മേഖലകളായതുകൊണ്ട് എല്ലാം സുഗമമായിട്ട് അവലംബിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ ഒരു പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളും ഭാവിയിലേക്ക് ദീർഘകാല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെട്ടതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാനായിട്ട് തീരുമാനിക്കും. ഇതിന്റെ ഒരുപക്ഷെ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പം പോലും യാഥാർത്ഥ്യമാകും വിധത്തിൽ ഒരു ഗൃഹം നിർമ്മിക്കുവാനോ വാങ്ങിക്കുവാനോ സാധ്യതയുണ്ട്. മെയ് മാസത്തിൻ്റെ ഉള്ളിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അസുഖാവസ്ഥയിലുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ സാധ്യത കാണുന്നു.
പ്രവർത്തന രംഗങ്ങളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് അതിന് തക്കവണ്ണം ഒരു സ്ഥലത്തേക്ക് പട്ടണത്തിലേക്ക് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവിചാരിതമായിട്ടുള്ള ചെലവുകൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ആത്മനിയന്ത്രണം എല്ലാ കാര്യങ്ങളിലും വേണ്ടതാണ്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം സ്വീകരിക്കാൻ സ്വയമേവ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാലും വ്യായാമം, പ്രാണായാമം എന്നിവ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വഴിയും ഒരു പരിധിവരെ അസുഖങ്ങളുടെ കാരണങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളും വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി പ്രതീക്ഷിച്ചതിലുപരി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുന്നതുമാണ്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. വികസ്വര രാജ്യത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ആചാര മര്യാദകൾ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി മനസ്സിന് ഏറ്റവും ലാഘവത്തോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. മക്കൾക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചെറിയ പദ്ധതികളുടെ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ബഹുമുഖപ്രതിഭകളെ മംഗളവേളകളിൽ വെച്ച് പങ്കെടുക്കുവാനും കാണുവാനും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും സ്വന്തം ജീവിതത്തിൽ അവലംബിക്കുവാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ യോഗം കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും പ്രാരംഭത്തിൽ സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും കുടുംബാംഗങ്ങളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴിയും അനുഭവജ്ഞാനങ്ങളുടെ ഉപദേശം സ്വീകരിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നത് വഴിയും എല്ലാം പ്രതീക്ഷിച്ചതുപരി ഭംഗിയാക്കി തീർക്കുവാനുള്ള അവസരം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.